കോഴിക്കോട് കൂടരഞ്ഞിയിൽ കൊലപാതകം നടത്തിയെന്ന് കുറ്റസമ്മതം നടത്തിയ പ്രതി ഒരു കൊലപാതകം കൂടി നടത്തിയിട്ടുണ്ടെന്ന് പിന്നാലെ ഒരു മൊഴി കൂടെ കൊടുത്തു. 1980 കൊല നടത്തിയെന്നാണ് മലപ്പുറം വേങ്ങരയിലെ മുഹമ്മദ് അലി കുമ്പസാരം നടത്തിയത്. ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ എന്നും പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നു. ഇതേ മുഹമ്മദ് അലി ഇപ്പോൾ മറ്റൊരു കൊലപാതകം കൂടി ചെയ്തിട്ടുണ്ടെന്ന് പോലീസിനോട് പറയുന്നു. ഇപ്പോൾ 2 കൊലപാതകമായി. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് ചേർന്നു. സമീർ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണോ പോലീസ് ഇപ്പോൾ പറയുന്നത്? അതോ ഇയാൾക്ക് ഒരുപക്ഷെ പശ്ചാത്താപം സഹിക്കാതെ അതിൻ്റെ വേലിയേറ്റത്തിൽ പറഞ്ഞു പോവുകയാണോ? നമ്മുടെ പോലീസ് കോൺസ്റ്റബിളായ പത്തനാപുരത്തെ രാമചന്ദ്രൻ നായരെ നമ്മൾ അറിയാതെ ഓർമ്മിച്ചു പോകുന്നു. വർഗീസിനെ കൊലപ്പെടുത്തിയത് താൻ നിറയൊഴിച്ചാണെന്ന് പിൽക്കാലത്ത് അദ്ദേഹത്തിന് ഈ വേദന താങ്ങാൻ കഴിയാതെ ഭയം വന്നു കയറി വർഗീസ് തൻ്റെ മുന്നിലൊക്കെ നിൽക്കുന്നു. ഒരിക്കലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഏഷ്യാനെറ്റിൽ വെച്ചാണത്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇത്രയും കാലത്തിന് ശേഷം തുറന്ന് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, രാത്രിയിൽ വർഗീസ് എൻ്റെ മുറിയിൽ വന്ന് നിൽക്കുന്ന പോലെ തോന്നുക. അപ്പോൾ ഞാൻ ചെയ്ത ഇത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ജയിലിലാകും, ഇല്ല തൂക്കിലേറ്റിയാലും കുഴപ്പമില്ല, ഞാൻ മരണത്തിന് തയ്യാറായി നിൽക്കുകയാണെന്ന് പറഞ്ഞു. കാര്യം അത്ര കൂടുതൽ ശ്വാസമുട്ടൽ അനുഭവപ്പെട്ട ഒരു നിമിഷമാണ് രാമചന്ദ്രൻ നായർ താനാണ് വർഗീസിനെ കൊലപ്പെടുത്തിയത് എന്ന് പറഞ്ഞത്. അതേപോലെ എന്തെങ്കിലും ആണോ ഈ കേസ്? എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഈ മുഹമ്മദ് അലിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ ഇതൊരു കുറ്റസമ്മതത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഒരു പശ്ചാത്തപിക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ടുള്ള ഒരു ഏറ്റുപറച്ചിലായിക്കൊണ്ടാണ് ഇപ്പോൾ നമുക്കിതിനെ മനസ്സിലാക്കാൻ കഴിയുന്നത്. 1986 ഒരു കൊലപാതകം നടത്തി എന്നാണ് മുഹമ്മദ് അലി വേങ്ങര പോലീസ് സ്റ്റേഷൻ നൽകിയ മൊഴി. അതിൽ പറയുന്നത്, അവിടെ വെച്ചുകൊണ്ട് വെള്ളത്തിലേക്ക് ഒരാളെ താൻ തൊഴിച്ചിട്ടു, അതിന് പിറകെ ആ വ്യക്തിയെ കൊലപ്പെടുത്തി എന്നാണ്. അതുമായി ബന്ധപ്പെട്ട് തിരുവമ്പാടി പോലീസ് പരിശോധിച്ചു. ആ പരിശോധനയിൽ അത്തരത്തിൽ ഒരു മരണം അവിടെ നടന്നിട്ടുണ്ട്. അത് മരിച്ചതാരാണ് എന്ന് കണ്ടെത്തിയിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിന് പിറകെയാണ് ഇപ്പോൾ 1989 താൻ ഒരു കൊലപാതകം കൂടി നടത്തിയിട്ടുണ്ട് എന്ന കാര്യം പറയുന്നത്. കൂടരഞ്ഞിയിലെ കൊലപാതകത്തിന് ശേഷം കോഴിക്കോട് നഗരത്തിൽ ഹോട്ടൽ ജീവനക്കാരനായി ജോലി ചെയ്തു വരികയായിരുന്നു. ആ വേളയിൽ തന്റെ കൈവശം ഉണ്ടായിരുന്ന പണം ഒരാൾ തട്ടിപ്പറിച്ചു. പിന്നീട് അതുമായി ബന്ധപ്പെട്ട് തന്റെ സുഹൃത്തായിട്ടുള്ള ബാബു വിവരം നൽകി. ആ വ്യക്തിയുള്ളത് കോഴിക്കോട് വെള്ളയിൽ ബീച്ചിലാണ് എന്നറിയുകയും പിന്നീട് വെള്ളയിൽ ബീച്ചിൽ ബാബുവും താനും എത്തിക്കൊണ്ട് അവിടെ ഈ യുവാവിനെ പിടികൂടുകയും പിന്നീട് അത് കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയും ചെയ്തു. അതിനൊടുവിൽ ബാബു ഈ യുവാവിന്റെ മുഖം മണലിലേക്ക് പൊഴുത്തിപ്പിടിച്ചു, താൻ കാല് കൂട്ടിപ്പിടിച്ചു. അങ്ങനെ ആ യുവാവിന്റെ കൊലപാതകം ഉറപ്പുവരുത്തി. അതിനുശേഷം ആ യുവാവിന്റെ കൈവശമുണ്ടായിരുന്ന പണവുമായി താനും ബാബുവും അവിടുന്ന് കടന്നു കളഞ്ഞു. പിന്നീട് ബാബുവിന് എന്ത് സംഭവിച്ചു എന്നറിയില്ല, മരിച്ചത് ആരാണ് എന്ന് അറിയില്ല എന്ന കാര്യവും ഈ മുഹമ്മദ് അലി മൊഴി നൽകിയിട്ടുണ്ട്. അത്തരമൊരു പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത്, അന്ന് വെള്ളയിൽ സ്റ്റേഷൻ ഉണ്ടായിരുന്നില്ല. ആ ഒരു ഘട്ടത്തിൽ നടക്കാവ് പോലീസാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. അങ്ങനെ ഒരാൾ മരിച്ചിട്ടുണ്ട് എന്ന് അവിടെയും കണ്ടെത്തിയിട്ടുണ്ട്. അതായത് മുഹമ്മദ് അലി പറയുന്ന സംഭവങ്ങൾ ഒരു യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്നാണ് പോലീസിന്റെ കണ്ടെത്തിയിരിക്കുന്നത്. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കോഴിക്കോട് ടൗൺ ACPയുടെ നേതൃത്വത്തിൽ ഈ സംഭവം കൂടി പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നു. ഏതായാലും എസ് കെ സൂചിപ്പിച്ചതുപോലെയാണ്, ഇതൊരു പശ്ചാത്താപത്തിന്റെ ഒരു പിൻബലത്തിൽ അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ തുറന്നു പറച്ചിൽ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തിരുവമ്പാടി പോലീസിന് പിറകെ കോഴിക്കോട് നടക്കാവ് പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എസ് കെ.